അങ്ങനെ നീ എൻ്റെ മാത്രം, എൻ്റെ മാത്രം. ഹായ് ചിന്തു, അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഇനി അടുത്തെന്താ പരിപാടി? കല്യാണം കഴിഞ്ഞാൽ പിന്നെന്താ, ഇനി ഫസ്റ്റ് നൈറ്റ് അല്ലേ? ഈയടാ, അത് മാത്രം വിചാരിച്ചോണ്ടിരുന്നോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ബാ, ചാച്ചനോട് സംസാരിക്കാം. ചാച്ച, കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? ചാച്ചനെ ഇഷ്ടം പോലെ. ഇനി ഞങ്ങളുടെ വീട്ടിൽ പൊക്കോട്ടെ. എനിക്കറിയാം നീ ഇത് സംസാരിക്കാനായിരിക്കും ഇങ്ങോട്ട് വന്നേന്ന്. മനസ്സിലായി. പൊക്കോ, എനിക്കിതിനെ നന്നായിട്ട് അറിയാലോ. നിന്റെ ഡാഡിയും മമ്മിയുടെ അനുഗ്രഹം അവിടെ നിന്നല്ലേ നീ വിശ്വസിക്കുന്നത്? ഞാൻ പോട്ടെ ചാച്ച. വല്യമ്മച്ചോട് ഞാൻ പറയാം. വേണ്ട, അവള് കല്യാണത്തിന് ഒരുപാട് നേരം നിന്ന് കാലൊക്കെ വേദന, തീരെ വയ്യാണ്ടായി വരികയല്ലേ. ഞാൻ പറഞ്ഞോളാം, അവൾക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ശരി, എന്താ വെച്ചാൽ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാം. ചിന്തു, നീ എന്താ ഈ സ്പീഡിൽ പോകുന്നത്? ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഐ എം ടു മച്ച് എക്സൈറ്റഡ്. ഒരു സുഖമുറവിൽ ഒരു കുകയാടി ഹൃദയമേ വെറുതെ. സുസു, നമ്മൾ ഇനി നിന്നെ ആർക്കും എൻ്റെ കയ്യിൽ നിന്ന് പിരിക്കാൻ പറ്റില്ല. നീ എൻ്റെ മാത്രം. ഞാൻ എല്ലാ സത്യവും നാളെ നിന്നോട് തുറന്നു പറയും. പ്രോമിസ്. പുല്ല് നേരം വെളുത്തു. എൻ്റെ അമ്മേ, എനിക്ക് എണീക്കാൻ വയ്യല്ലോ. ആഹാ, നീ എണീറ്റോ? കണ്ണു തുറക്കാൻ വയ്യടാ. എന്നാ ബാ, വന്ന് കിടക്ക്. നിനക്ക് സമയം എത്രയായെന്നറിയോ? രാത്രി ഉറങ്ങാത്തോണ്ട് എത്ര ടൈമായെന്നറിയോ? ഉച്ചയായി. ഒന്നും സാരമില്ല, ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. നമ്മൾ രണ്ടാൾ മാത്രമല്ലോ, എപ്പോൾ എണീറ്റ് ആർക്ക് പ്രശ്നം? നീ എന്തിനാ നോക്കുന്നു? കിടക്ക്, ഞാൻ പോവാ. നീ എങ്ങും പോകുന്നില്ല. എന്നെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കൂടെ കിടക്കണം പ്ലീസ്. ശരി. എടാ, പോത്ത് പോലെ കിടന്നുറങ്ങാതെ എണീക്കടാ. മണി 4 മണിയായി. എനിക്ക് വിശക്കൊന്നു. എണീക്കട തെണ്ടി, ഇപ്പം കുളിക്ക്. നീ എപ്പോഴാ എൻ്റെ അടുത്ത് പറയാതെ എണീറ്റ് പോയ? കുറച്ച് നേരം കൂടെ കിടക്കായിരുന്നില്ലേ സൂസു? അടപ്പം ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി താടാ. എനിക്ക് വിശന്നിട്ട് വയ്യ, പ്ലീസ്. ഞാൻ കുക്ക് ചെയ്യാനോ? ഞാനിപ്പോൾ ഹസ്ബൻഡാ. ഇനി നീ വേണം എനിക്ക് കുക്ക് ചെയ്ത് തരാൻ. പണ്ടത്തെ കാര്യങ്ങളൊക്കെ പണ്ട്. ഇനി ഞാനാ ഇവിടുത്തെ ഹസ്ബൻഡ്, മനസ്സിലായല്ലോ? അതിന് നിനക്ക് എന്നെ ഉണക്ക നൂഡിൽസ് ഇഷ്ടമല്ലല്ലോ. വായിക്കൊരു ചേട്ടൻ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയ നിന്നോട് പറഞ്ഞ. ഇനിയിപ്പോൾ വേണം. അതും ശരിയാ. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് വരാം. വെയിറ്റ് ചെയ്യ്. വെള്ളമടിക്കുന്നുണ്ടല്ലോ. ഇതെന്താ, അവളിവിടെ ഇല്ലല്ലോ. ഹലോ, ഡാഡിക്ക് എന്ത് പറ്റി? ഞാൻ വരാം, വെയിറ്റ് ചെയ്യ്. പോയിട്ട് സൂസുവിനോട് പറയണം. ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യുന്നത് അവൾക്കറിയില്ല. ഇപ്പോൾ ഒന്നും പറയണ്ട. വന്നിട്ട് എന്തായാലും അവളോടെല്ലാം പറയണം. നീ എന്താണ് ഇവിടെ ആലോചിച്ച് നിൽക്കുന്ന? എന്താ ഫ്രഷ് ആയി കഴിഞ്ഞപ്പോൾ കിളി പോയോ? വാ, എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. നല്ല വിശക്കുന്നുണ്ട്. പ്ലീസ് വാ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് നീ ഫുഡ് ഉണ്ടാക്കും. നീ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഞാൻ കഴിക്കാം. അതിനിപ്പോൾ എന്ത് കോമാളിത്തരായാലും ഞാൻ കഴിച്ചോളാം. പക്ഷെ ഒരു കാര്യം, ഞാൻ പുറത്തൊക്കെ പോയി കറങ്ങി വരുന്നതിനുള്ളിൽ നീ ഫുഡ് ഉണ്ടാക്കി വെക്കണം. അങ്ങനെ നീ പുറത്ത് പോകാറില്ലല്ലോ, സത്യം പറ. എന്താ ഉദ്ദേശം? അത് പിന്നെ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോവാന്ന് കരുതി, അതാ. ഓ, ടിപ്പിക്കൽ ഹസ്ബൻഡ്. കല്യാണം കഴിഞ്ഞ ഗിഫ്റ്റോ? ശരിയെന്നാ. സുസു, ഞാൻ പോയിട്ട് വന്നിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. ഞാൻ പോട്ടെ. നീ ഇതിനാ സസ്പെൻസ് ഒക്കെ ഇട്ടിട്ട് പോകുന്നേ? പറഞ്ഞിട്ട് പോ, അല്ലെങ്കിൽ വേണ്ട, പോയിട്ട് വന്നിട്ട് പറയാം. ചിൻ്റെ ഒരു സർപ്രൈസ് ആയിരിക്കും. ഞാൻ ഇതൊക്കെ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയെന്ന് അറിയുമ്പോൾ അവന് ഒരുപാട് ഹാപ്പിയാണ്. അല്ല, അതാരാ? ചിൻഡു ആയിരിക്കോ? അല്ല, സാറോ? എന്താ ഇവിടെ? എന്ത് പറ്റി? സൂസൻ, ഞങ്ങൾക്ക് നിങ്ങളെ കസ്റ്റഡിയിലെടുക്കണം. കസ്റ്റഡിയിലോ? അതെന്തിനാ? റീസൺ എന്താ? നിങ്ങളിവിടെ ഒരു മാഫിയ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നതിന്.
മാഫിയയോ? ഡാഡിക്ക് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക? അമ്മ ഫോൺ വിളിച്ചെടുക്കുന്നില്ലല്ലോ. ഇവിടെയല്ലേ വരാൻ പറഞ്ഞേ? ഇതാരാ? ഹലോ. സൂസ്, അവക്കെന്ത് പറ്റി? ഞാൻ എന്താ വരുന്നു? ഈശ്വര, ഇവക്ക് എന്താ പറ്റിയ? മൊത്തത്തിൽ എന്തോ കെണിയാണെന്ന് തോന്നുന്നല്ലോ. സോറി സാർ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഇവർ പറയുന്നതൊക്കെ സത്യമാണോ? സൂസൻ, മാം, നിങ്ങൾ നിങ്ങളോട് സഹകരിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഇവിടെ നിന്ന് പുറത്തുവിടാൻ പറ്റില്ല. ഒരു മാഫിയെ നിങ്ങൾ ഇത്ര ദിവസം കൂടെ താമസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാതെ. ഓഫീസർ, ഞാൻ പറയുന്ന സത്യം. അവൻ മാഫിയ അല്ല. നിങ്ങൾ അവനെ കണ്ടിട്ടുണ്ടോ? അവന് മാഫിയ ആവാനൊന്നും പറ്റില്ല. സാർ, എനിക്കിതിന് തോന്നുന്നത് ഒന്നില്ലെങ്കിൽ അയാൾ ഇവരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരഭിനയിക്കുന്നതായിരിക്കും. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നടന്നിട്ടുണ്ടാവുക. മാം, നിങ്ങൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഒരു ഡോക്ടറാണ്. ആ നിങ്ങൾ ഒരാൾ സിമ്പിളായിട്ട് പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങനെ ഇങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ ഈ ഫയൽസും ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടതല്ലേ? ഞങ്ങളെന്തിനാ നിങ്ങൾക്ക് കള്ളം പറയുന്നത്? ഹീസ് എ നമ്പർ 1 മാഫിയ കിങ്. നിങ്ങൾക്ക് അത് ഇതുവരെ അറിയില്ലേ? നിങ്ങൾ ന്യൂസ് ഒന്നും കാണാറില്ലേ? മുകളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാം. പക്ഷേ നിങ്ങളെപ്പോഴും ഞങ്ങളുടെ അണ്ടറിലായിരിക്കും. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഇനി അയാളിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞങ്ങളടുത്ത് നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാം, കേട്ടോ? പൊക്കോളൂ. താങ്ക് യു. നിങ്ങളിത് പറഞ്ഞില്ലെങ്കിൽ ഞാനിതൊന്നും അറിയില്ല. ഞാൻ എനിക്ക് കെയർ ചെയ്തോളാം. എന്തായാലും ഞാൻ ഇൻഫോം ആക്കാം. ചിഞ്ചു, അവരൊക്കെ പറയുന്ന സത്യമല്ലേ? നീ എന്തിനാ എന്നെ ചീറ്റ് ചെയ്ത്? എപ്പോഴെങ്കിലും നിനക്കെന്നോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നു എല്ലാം? എന്നെന്തിനാ ഇങ്ങനെ പറ്റിച്ച്? ഞാനൊരു പൊട്ടി, നിൻ്റെ താളത്തിനകത്ത് തുള്ളുന്ന ഒരു മണ്ടി. നിനക്ക് കുറച്ചെങ്കിലും റെസ്പെക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ ഇനി വരരുത് നീ. ഞങ്ങൾക്കൊരു വല്ല അല്ല ഡോറാരാ ഓപ്പൺ ആക്കിയേ? ഇതാരാ? സൂസൻ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് പ്ലീസ്. നീ ആരാ? നീ എന്തിനാ എൻ്റെ വീട്ടിൽ വന്നത്? നിന്നെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു. ഇറങ്ങിപ്പോടാ ചെറ്റ എൻ്റെ വീട്ടിൽ നിന്ന്. നീ എന്താ ഇവിടെ കുക്ക് ചെയ്യുന്നോ? ആർക്ക് വേണ്ടിയിട്ടാ? സൂസൻ, ഞാൻ പറയട്ടെ, എനിക്ക് വയ്യാത്തോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാത്ത. എനിക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. നീ എന്തിനാ എൻ്റെ കൈ ടൈ ചെയ്യുന്നത്? വിട്, ഞാൻ പറയട്ടെ. കുറച്ചെങ്കിലും റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ വരരുത് പ്ലീസ്. ഇവളെ ഞാൻ എങ്ങനെ ഇനി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന? സൂസൻ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് പ്ലീസ്. ഇവനത് എണീറ്റ് പോയില്ലേ? എന്താ ചെയ്യ? നിന്റെ ഈ പാവമുഖം കാണിച്ച നീ എന്നെ പറ്റിച്ചുകൊണ്ടിരുന്നത് ഇനി അത് പറ്റില്ല. സൂസൻ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇനി നിനക്ക് എന്ത് നാടകം എൻ്റെ അടുത്ത് പറയാനുള്ളത്? പ്ലീസ് എൻ്റെ പരിസരത്ത് വരരുത് പ്ലീസ്. എനിക്ക് നിന്നെ കാണുന്നത് പോലും വെറുപ്പാ. ഉറപ്പാ? ഒരുപാട് പറ്റിച്ചല്ലേ നീ എന്നെ? ഞാൻ നിനക്കൊരു പന്തായിരുന്നല്ലേ തട്ടിക്കളിക്കാൻ. ഇനി എൻ്റെ മുന്നിൽ വരരുത് നീ. നീ പറഞ്ഞത് ശരിയാ, ഞാൻ നിന്നെ ചീറ്റ് ചെയ്തു. പക്ഷെ അത് നിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി മാത്രം. മാഫിയാണെന്ന് പറഞ്ഞാൽ നീ എന്നെ ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയിട്ട് മാത്രം. ശരി, ഞാൻ നിന്നെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യില്ല. പക്ഷെ എന്നും നീ എൻ്റെ ഭാര്യയായിരിക്കും, അത് നീ മറക്കരുത്. ഭാര്യ? നിന്നെ കല്യാണം കഴിച്ചാൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പാ. സോസ, അപ്പോൾ ഇത്രയൊക്കെ നടന്നു അല്ലേ? എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല. അപ്പം ഞാനാരാ മണ്ടൻ? നീ ഇതൊക്കെ എങ്ങനെയാ അറിഞ്ഞ? ഈ ചേച്ചി ഇറക്കി വിട്ടത് ചായ നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഇവിടെ വന്ന് നേരെ അമ്മയുടെ റൂമിൽ പോയി കെട്ടിപ്പിടിച്ച് കരച്ചിലായിരുന്നു. ആ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി. പിന്നെ സ്റ്റോറിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ വിളിച്ചു നിന്ന് കേട്ടതാ. പാവം മാഫിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അന്ന് ഒരുപാട് പൊട്ടിക്കരഞ്ഞു ഈ ചേച്ചി ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. നമുക്കിവരെ അങ്ങ് സെറ്റാക്കി കൊടുത്താലോ? നിൻ്റെ അഭിപ്രായം എന്താ? അയ്യോ, ഞാനില്ല. അവർ വേണമെങ്കിൽ സെറ്റ് ആയിക്കോട്ടെ. ഒരിക്കൽ ഞാൻ അതിനെ ശ്രമിച്ച് നന്നായിട്ട് കിട്ടി എനിക്ക്. അതെപ്പോഴാടി? നിനക്ക് ആടെ കയ്യുന്ന? ക്രിസ്റ്റിയുടെ കയ്യുന്നോ അതോ അവളുടെ കയ്യുന്നോ? ക്രിസ്റ്റി ചായൻ ഇവിടെ കഥ അടച്ച് സമരം നടത്തിയപ്പോൾ ഞാനിന്ന് ഈ ചേച്ചി കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി. അയ്യോ, ക്രിസ്റ്റി ചായൻ്റെ പെൺ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ കേട്ടതും കേൾക്കാത്തതായിട്ടുള്ള പൂരപ്പാട്ടായിരുന്നു. മാഡം പുറത്ത് ബഹളം ഉണ്ടാക്കുക. അകത്തോട്ട് വിളിച്ചിട്ട് വരുന്നില്ല. ഒന്ന് ഹാൻഡിൽ ചെയ്യോ? നേടോ? ഓ, ക്രിസ്റ്റിയുടെ പെണ്ണ് വന്നിട്ടുണ്ട്. മാഫിയ കോപ്പെ, ഇറങ്ങി വേണം ഇങ്ങോട്ട്. നീ ആരാ എന്നെ തട്ടിക്കൊണ്ടു പോവാൻ? ഞാനേ നമ്പർ. ആഹാ,
കളി തുടങ്ങിയാലോ, ഇനി ഇവിടെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും. നീ മാഫിയാണെങ്കിൽ ഞാൻ ഡോൺ ആടാ, ഡോൺ. ഐ ആം ദ ഡോൺ സൂസൻ. ഇറങ്ങി വാടത്തേണ്ടി പുല്ല് കയറ്റി. എന്നോടാ നിന്റെ കളി? നീയേ മാഫിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ, എന്നെ കണ്ടിട്ടില്ല. നീ അകത്തോട്ട് വരുന്നോ, ഞാൻ പുറത്തോട്ട് പോകണോ? നിന്നെ ഇല്ലടാ ഞാൻ വിളിച്ച, ഇറങ്ങി വാടാ. ഇവിടെ എന്താ പ്രശ്നം? ആ, നല്ല ഫോമിലാണല്ലോ. അല്ല, ക്രിസ്റ്റി താഴോട്ട് വന്നില്ലേ ഇതുവരെ? 2 കുപ്പി അടിച്ചാൽ ഞാൻ സ്ട്രോങ് ആടാ, സ്ട്രോങ്. പോകട്ടെ ക്രിസ്റ്റി. ആഹാ, സൂസൻ എൻ്റെ പേരല്ലേ വിളിക്കുന്നത്. അവൾക്ക് എന്നോട്ടുള്ള പ്രശ്നമൊക്കെ തിന്ന് ദാ വരുന്നു മുത്തേ. ഓടിപ്പോയി കയറിക്കോളെ, വല്ല വാക്കിനും ചവിട്ടി എറിയോ അവള്. എടാ, അവള് ഫിറ്റായിട്ട് വന്നിക്ക, അടുത്തൊന്നും പോവല്ല. ആ, എന്നെ കെട്ടും താഴെ ഇറങ്ങി വന്നു. ഒന്ന് വന്നേ, ഞാനൊന്ന് സംസാരിക്കട്ടെ. എങ്ങോട്ട് പോവാ? ഇവിടെ ഇരിക്കടാ. നീ എന്നെ ചീറ്റ് ചെയ്യുമല്ലേ? നീ വാ. എൻ്റെ പൊന്നെ, മുടിഞ്ഞ വെയിറ്റ് ആണല്ലോ അടി, കാണാൻ മാത്രം ഈർക്കില്ല കോല്. ഇത് നല്ല ഫിറ്റാണല്ലോടാ. ഇവള് ഇത്രയ്ക്ക് കുടിക്കുകയൊക്കെ ചെയ്യുമോ? തൽക്കാലം ഞാൻ ഇവളെ എടുത്ത് റൂമിൽ കൊണ്ടുപോവാം. ഇവളെ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ തന്നെ ധാരാളം. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോ, നാളെ സംസാരിക്കാം. ഗുഡ് നൈറ്റ്. കണ്ടില്ലേ ജിമ്മിച്ച, ഇച്ചാൻ എന്ത് കയറിങ്ങ ഈ ചേച്ചിയുടെ അടുത്ത്. നീയും രണ്ടെണ്ണം അടിച്ചിട്ട് വാ, ഞാൻ ഇതുപോലെ തൂക്കി എടുത്തോണ്ട് റൂമിൽ കൊണ്ടുപോവാം. പെട്ടെന്ന് കുടിച്ചിട്ടാ ഞാനും കയറി. തമാശ പറയാതെ പോയി കിടന്ന് ഉറങ്ങും പിള്ളേരെ. നേരം എടുത്തിട്ട് സൂസനോട് കുറച്ച് നേരം സംസാരിക്കാം. അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മുടെ ക്രിസ്റ്റി കാരണമല്ലേ അവളിങ്ങനെ. സുസു, നീ എന്തിനാ താഴെ ഇരിക്കുന്ന? ബാ, മുകളിലിരിക്കാം. വിടടാന പൊട്ടി. എടി, ഇങ്ങനെ താഴെ ഇരിക്കല്ലേ, തണുക്കും. നിനക്ക് തണുപ്പ് പറ്റില്ലല്ലോ. ബാ, നീ എന്തിനാ ഇത്രയ്ക്ക് കുടിച്ചിട്ട് വന്ന്? നീ ആരടാ അതൊക്കെ ചോദിക്കാൻ? എൻ്റെ ടിൻഡു എവിടെ? വിളിക്കവനെ. എനിക്ക് അവനെ ഇപ്പം കാണണം, വിളിക്ക്. പറ, ഞാൻ നിൻ്റെ ടിൻഡു. എന്താ? നീയല്ല, നീ ചീറ്ററ, ക്രിസ്റ്റഫർ, ക്രിസ്റ്റി പട്ടി. അല്ല, ഞാനിപ്പോൾ നിൻ്റെ ടിൻഡുവാ, നിൻ്റെ മാത്രം ടിൻഡു. പറ. ചിന്തുക്കൂട്ട, ചിന്തു മോനെ വാടാ. നീ എന്തിനാടാ ഈ ചേച്ചിയെ വിട്ടിട്ട് പോയ? ഐ ലവ് യു മുത്തേ. എടി, ഇങ്ങനെയൊന്നും കയറിയിരിക്കല്ലേ. ഞാനെങ്ങാനും കൺട്രോളിട്ട് എന്തെങ്കിലും ചെയ്താൽ നാളെ നീ എന്നെ തൂക്കി പറക്കിയിട്ട് കൊല്ലും. നീ എന്തേ? ഞാൻ നിന്നെ റേപ്പ് ചെയ്യാൻ പോവാ. കർത്താവേ, റേപ്പോ? നീ എന്തേ കാണിക്കുന്ന? വിട്ടടാ, നിന്നെ ഞാൻ റേപ്പ് ചെയ്യും. നാളത്തെ ന്യൂസിൽ വരും. ദ ഗ്രേറ്റ് മാഫിയ ക്രിസ്റ്റഫറിനെ സൂസൻ ഡോക്ടർ റേപ്പ് ചെയ്ത് കൊന്നു. എങ്ങനെയുണ്ട്? ലാസ്റ്റ് റേപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ പോത്ത്. ഒരുപാട് പ്രതീക്ഷിച്ചു.